10 വർഷം അധികാരത്തിന് പുറത്തിരിക്കുന്ന UDFന് ഇത്തവണ തിരിച്ചു കയറാൻ കഴിയുമോ? ഈ ചോദ്യമാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടത്. കോൺഗ്രസ്സുകാരാണെങ്കിൽ തുടക്കം മുതൽ തന്നെ തങ്ങൾക്ക് 100 സീറ്റ് കിട്ടും എന്ന അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നു. VD സതീശനാകട്ടെ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും എന്ന് വരെ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ വനവാസത്തിന് പോകരുതേ എന്നൊക്കെയാണ് K. സുധാകരനെ പോലെയുള്ള ആളുകളൊക്കെ കളിയാക്കി പറഞ്ഞത്. എന്തു തന്നെയായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്രങ്ങൾ, മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പറയുന്നത് UDF ഇത്തവണ അധികാരത്തിൽ വരും എന്നാണ്. അതിന് ഒരു പ്രധാന കാര്യമായിട്ട് അവർ കണക്കാക്കുന്നത് ഇത്തവണ പിണറായി വിജയനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. പക്ഷെ പലരും കണക്ക് കൂട്ടുന്നു എങ്ങനെയാണ് UDFന് ജയിച്ചു വരാൻ കഴിയുക. പ്രത്യേകിച്ചും ആളുകൾക്ക് സംശയം തോന്നുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളാണ്. ഈ വിവാദങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഉണ്ടാക്കുന്നത് അവസാനം തങ്ങൾ പരാജയപ്പെടുകയാണെങ്കിലുള്ള ചില തൊടുന്യായങ്ങളായിട്ടാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെ പലരും കണക്കാക്കുന്നത്.